ഹായ്. അതിഥി ഇതൊരു കാര്യം പറയണ്ട്. കാര്യം പറഞ്ഞെങ്കിൽ വാ, ഒരു മിനിറ്റ്. അതൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. വാ, ഞാൻ പിന്നെ പറയാവേ. എന്താ എന്താടോ? നിനക്കല്ലേ എൻ്റെ കുഞ്ഞാനെ കാണുന്ന പറഞ്ഞേ? നീ എന്താ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഉണ്ട്. ബാഗിലോ? ഒച്ച വെക്കില്ലേ, ആരും വരും. ഫോണോ? എടാ നീ എന്താണ് ഫോൺ ഇടുന്ന? ആരെങ്കിലും കണ്ട പിടിക്കൂലേ? നമ്മൾ കുടുങ്ങും മോളെ. ആരും പിടിക്കാൻ പോകില്ല. ബാഗിൽ വെച്ച് ആര് കാണാനാ? നീ ഇത് നോക്ക്. ഇതാണ് എൻ്റെ കുഞ്ഞാവ. നോക്കട്ടെ നോക്കട്ടെ. ഓ എന്ത് ക്യൂട്ടാണ്, നല്ല രസമുണ്ട്. മൊഞ്ചത്തി അയക്കണ്. ഇതെൻ്റെ അമ്മ. ആ ഇതാണ് എൻ്റെ അച്ഛൻ. ഓക്കെ. ഇത് അമ്മ ചേച്ചി. ഇത് പട്ടിക്കുട്ടി. ഇനി ഞാൻ എനിക്കൊരു സിനിമാ നടിയുടെ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ സിനിമാ നടി, ദ ബ്യൂട്ടിഫുൾ ആൻഡ് ദ ഗോർജിയസ് അനു ശിവപ്രകാശ് എന്ന ഞാൻ. ബെല്ലടിച്ചു. ഫോൺ പിടിക്കും. Good morning, children. Sit down, sit down. ബാഗ് വെക്കണം. ഇത് വേണ്ട, വേണ്ട. വേണ്ട. അല്ല കുഴപ്പമില്ല, വേണ്ട വേണ്ട, ഞാൻ ഇവിടെ സ്ഥലമുണ്ട്. അല്ല വെച്ചോ. അനു Riya, 19 marks. Thank you, ma'am. Wasim, 20. Sharan, 19. Serena, അയ്യോ അനു, എനിക്ക് പേടിയാവുന്നു. 17 marks. Srirag, 17 marks. Anu Shivaprakash. Anu, what happened? Okay, എന്തൊരു മോശം മാർക്കാണ് അനു ഇത്. എന്ത് പറ്റിയത് നിനക്ക്? പോയിരിക്കും അവിടെ. അർച്ചന, താരിഖ്, താരിഖ് വളരെ മോശമായിട്ടുള്ള താരിഖ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ എക്സാമിന് ഒന്നും എഴുതിയിട്ടില്ല. ഈ വെനസ്ഡേ എനിക്ക് എന്തായാലും പാരന്റിനെ കാണണം കേട്ടോ. പേപ്പേഴ്സ് കിട്ടിയില്ല എല്ലാവർക്കും. ഈ വർഷം എന്താ പറ്റിയത് നിങ്ങൾക്ക്? വളരെ മാർക്ക് മോശമാണല്ലോ. ചിലരൊന്നും ചെയ്തിട്ടില്ല. ചില കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒപ്പന പ്രാക്ടീസിനുള്ള കുട്ടികളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാ ഒപ്പനയ്ക്കുള്ള? ഒപ്പന സ്റ്റുഡൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് ഉടനെ വന്നേക്കണേ. ഈ പ്രാവശ്യത്തെ റിസൾട്ട് എന്താ ഇങ്ങനെയാണ് കുട്ടികളെ? പോർഷൻസ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്?
ക്വസ്റ്റ്യൻ പേപ്പർ അത്രയൊന്നും ടഫായിരുന്നില്ലല്ലോ. എന്തായാലും ഞാൻ റീടെസ്റ്റ് തന്നേക്കാം. ഇതിലും മോശമായാൽ പാരൻസിനെ വിളിപ്പിക്കും ഞാൻ. എല്ലാവരും കേട്ടല്ലോ, നന്നായി പ്രിപ്പയർ ചെയ്തേക്കണം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സ്റ്റാർട്ട്. എന്താ എല്ലാവരും മുഖത്തൊരു സന്തോഷം? ഓ, എൻ്റെ കയ്യിൽ ആൻസർ പേപ്പർ കാണാത്തോണ്ടായിരിക്കും അല്ലേ? ആ, അതൊക്കെ പോട്ടെ. വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അടിച്ചു പൊളിച്ചു. എന്നാലേ നമുക്കിന്നൊരു അടിച്ചുപൊളി ഉണ്ട്. എല്ലാവരും ഒരു പെന്നും പേപ്പറും മാത്രം എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചേ. നമ്മളിന്നൊരു ടെസ്റ്റ് പേപ്പർ നടത്താൻ പോവാം. ഉണ്ടായിരിക്കും അവിടെ നിന്ന് കൊണ്ടുവച്ച എല്ലാവരും. എടോ, ആ ബാഗൊന്ന് വേഗം കൊണ്ട് വെക്കേ. ഈ അവർ മുഴുവൻ നിങ്ങൾക്ക് ബാഗ് വെക്കല്ല. എടോ, ഒന്നും മിണ്ടാതിരിക്കേ. ഇത് കൊണ്ടുവെക്കാൻ ഞാൻ നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണം. എല്ലാവരും പെന്നും പേപ്പറൊക്കെ എടുത്തല്ലോ. ഇനി സൗന്ദര്യലഹരി എന്ന കവിതയിലെ 10 വരി കാണാതെ എഴുതുക. Whose bag is this? Why don't you keep it in order? Sorry, Father. It's okay. Don't repeat it. Sit down. ഷാജി സാർ, 1 മിനിറ്റ്. ആ ഒപ്പനയ്ക്കുള്ള കുട്ടികൾ പോയോ സാർ? ഇത് ഗുഡ് മോർണിംഗ്, സിറ്റ് ഡൗൺ. ആ ഒപ്പനയ്ക്കുള്ള കുട്ടികൾ പോയോ? മതി മതി എഴുതിയത്. എല്ലാവരും പേപ്പർ തന്നെ. എന്നിട്ട് ആ ബാഗ് പോയി എടുക്ക. ഇങ്ങട്ടാ മതി. കൊണ്ടുപാടോ. അപ്പോഴേ നിങ്ങൾ എഴുതിയ കവിത ശരിയാണോ എന്ന് നോക്കാം നമുക്ക് അല്ലേ? ആരെങ്കിലും ഒരാള് ഒന്ന് ഉറക്കെ വായിക്കണമല്ലോ. ആര് വായിക്കും? സൗന്ദര്യലഹരി. പച്ചിലച്ചാർത്തിൻ പഴു തിങ്കളൂടതാ കണ്ണു പശ്ചിമാംബരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ ഇത്തരം സൗന്ദര്യം ഞാൻ. ഏയ്, എല്ലാവരും ശ്രദ്ധിക്കാം അങ്ങോട്ട്. ആ, എന്നാ പിന്നെ നമുക്ക് ആ കലാപരിപാടി അങ്ങോട്ട് തുടങ്ങല്ലേ?
ഇരിക്കേ. എനിക്ക് ഉറപ്പാണ് നീ സൈൻ ഇതാക്കിയെന്ന്. അതാണ് എൻ്റെ ഓർമ്മ. ശ്ശോ. ശ്ശോ. പോയി. എവിടെ പോവാനാ? ഫാദർ എടുത്തുണ്ടാവോ? ഇല്ല, ഫാദർ ഒന്നും എടുക്കൂല. ഫാദർ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ കംപ്ലൈന്റ് എത്തേണ്ടതല്ലേ? പിന്നെ ആരെടുക്കാനാ? എടാ അലി, ഒരബദ്ധം പറ്റിയടാ. അബദ്ധോ? എന്തബദ്ധോ? എടാ ഞാൻ അറിയാതെ ഒരു Nikhil, how many times I'm telling you, get out of my class. Out means out. രാജാ, 1 minute. ആ ഒപ്പനയ്ക്കുള്ള കുട്ടികൾ പോയോ സാർ? ഗുഡ് മോർണിംഗ്, സിറ്റ് ഡൗൺ. ആ ഒപ്പനയ്ക്കുള്ള കുട്ടികൾ പോയോ? ഞാനിതൊന്ന് തിന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെ, എനിക്കെന്റെ വിശപ്പും പോയി. എടാ നിന്റെ ഒരു വിശപ്പ്, നീ ഇതിനൊരു സൊല്യൂഷൻ പറ. നിക്ക്, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഫോണിന്റെ ഗാലറി ഒന്ന് നോക്ക്. ആരതാ ഫോണെന്ന് മനസ്സിലാവല്ലോ. അതിന് ഫോൺ ലോക്കല്ലേ? ലോക്കാണല്ലേ? നിനക്ക് ആ ബാഗ് ഓർമ്മയുണ്ടോ? ആ ഓർമ്മയുണ്ട്. നീ ഫോൺ എടുക്കുന്നത് ആരും കണ്ടില്ല എന്ന് ഉറപ്പല്ലേ? ആ ഉറപ്പാണ്. എങ്കിൽ വാ, നമുക്ക് ബാഗ് കൊണ്ടുവെക്കാം. ഇതൊക്കെ എന്ത് സിമ്പിൾ. അനു ഈ ടെൻഷൻ അടിക്കലാണോ? ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണ്ട. അനു കരയല്ലട, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നമുക്ക് തപ്പി വെക്കാം. ഈ ടെൻഷൻ എന്തിനാ അടിക്കണം? ഞാൻ എൻ്റെ കൂടെ ഇല്ലേ? എന്താ പ്രശ്നം? ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയാണല്ലോ. ഇഷത്ത, അവൾക്ക് ഭയങ്കര തലവേദനയാണ്, അത് കാരണം കരയണത്. അതൊന്നും അല്ല. എന്താനു പറ. അനു, ഞാൻ പറയട്ടെ? പറയടോ. നീ വാ. ഇന്ന് രാവിലെ അവൾ ഫോൺ കൊണ്ടുവന്നു. അവളുടെ വാവൻ്റെ ഫോട്ടോസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവൾ കാണുന്നില്ല. ഞാൻ ആരോട് പറയണം? അവൾ പറയാണ്ടിരിക്കാൻ പറയുന്നത്. ഇപ്പം കരഞ്ഞോണ്ടിരിക്കുക. അനു നീ വിഷമിക്കല്ലേ, പേടിക്കണ്ടടോ. നമുക്ക് വഴി ഉണ്ടാക്കാം. അല്ല, നിങ്ങളുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നോ? ഇല്ല. എന്നാ വാ, വന്ന് വിളിക്കാം നമുക്ക്. എന്നാ നമുക്ക് മനസ്സിലാവില്ല ഫോൺ എവിടെയാന്ന്. ഇവിടെ ഇപ്പൊ ബെല്ലടിക്കും. വാ, വേഗം വാ. വാ. എടാ ബാഗ് അവിടെ ഒന്നും കാണാനില്ലല്ലോ. ക്ലാസ്സിൽ കയറി ചിലപ്പം കാണാൻ കഴിയില്ലേ? ഒരു മിനിറ്റ്, ഇപ്പം ജിഷി മുന്നോട്ട് വരും. ബി ക്ലാസ് പോയിട്ട് അടുത്ത പീരീഡ് ഒന്ന് നോക്കി തരാം. ബി ക്ലാസ്സിലോ? ഞാൻ എപ്പോൾ വരെ? ഞാൻ ഒരു മിനിറ്റ്. അടുത്ത വീട് ഒരു കമ്പ്യൂട്ടർ ലാബാ. ഓക്കെ, താങ്ക് യു. എന്താ കാര്യം? എന്താ? ഇല്ല, ഒന്നുമില്ല. അവൻ്റെ ഒരു ഒന്നുമില്ല. സത്യം പറയും. ഇല്ല, ഒന്നുമില്ല. എന്തോ കാര്യം ഉണ്ടല്ലോ. ഒന്നുമില്ല, താങ്ക് യു. എടാ, അടുത്ത പീരീഡ് അവർക്ക് ലാബ്, നമുക്ക് പി ടി. നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് ക്ലാസ്സിലിരിക്കാം, എന്നിട്ട് നമുക്ക് ഫോൺ ബാഗിൽ കൊണ്ടുവെക്കാം. എപ്പടി? ആടാ, അത് നല്ല ഐഡിയ. ഇപ്പം വാ, എനിക്ക് വിശക്കുന്നു, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എടാ അലി, ഇത് നോക്കടാ. എടാ, നമ്മുടെ ചൂട് കോള്. എടാ ഇതിന്റെ ഓണറോ മറ്റാണോ? എടാ വാടാ.
ഇല്ല വയറുവേദന. എന്താ രണ്ടാ കൂടി ഒരുമിച്ചൊരു വയറുവേദന? ആ സാറിനോട് പറഞ്ഞാൽ മതി. നടക്കട്ടെ നടക്കട്ടെ. എല്ലാരും പോയടാ. ഹായ് എക്കോ നിഖിലേ നിഖിലേ നിഖിലേ. എടാ അലി തമാശ കളിക്കലടാ, പുറത്തു പോയി ആരും ഉണ്ടോ നോക്കൂ. എന്താണ് ഇറങ്ങി കിടക്കുന്നത്? ഒന്നുമില്ല സാർ. നിങ്ങൾ രണ്ടുപേരും എന്താ പീറ്റിക്ക് വരാഞ്ഞേ? വയറുവേദന സാർ. രണ്ടുപേർക്കും വയറുവേദന? അല്ല സാർ, അവന് തലവേദന, എനിക്ക് വയറുവേദന. ക്ലാസ് കയറിയിടാ. എടാ നിഖിലേ എല്ലാരും പോയടാ, വാ ഫോൺ കൊണ്ടുവെക്കാം. എടാ നിഖിലേ വേഗം വാ, ആരുമില്ല. എടാ അലി എന്താടാ? ഫോൺ ഓഫായി പോയടാ. അതിനെന്താ, നമുക്ക് ബാഗ് കൊണ്ടുവെക്കാം. എടാ ഞാൻ അറിയാതെ എൻ്റെ ഫോട്ടോ എടുത്തു പോയടാ. ഫോട്ടോയോ? എടാ നിഖിലേ നീ എന്ത് പണിയാണാ കാണിച്ച്? ശടാ എടാ അലി സാറ് ഒന്നും പറയാതെ ക്ലിക്കായി പോയതാടാ. എടാ അലി ഒരു സൊല്യൂഷൻ പറയാടാ. ഇനി എന്ത് ചെയ്യടാ? ഈ ഫോണൊക്കെ മിസ്സായ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഷോ കണ്ടുപിടിക്കാം, അതിന് പല ടെക്നോളജിയും ഉണ്ട്. സപ്പോസ് ഈ സ്കൂളിൽ നിന്നാണ് ഫോൺ മിസ്സാവുന്നെങ്കിലോ? സപ്പോസ് Don't tell him. Show you something. Okay. See, Google says there are many ways. ഫോൺ എവിടേക്കാണ് ട്രാവൽ ചെയ്ത് അതൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു. ഇനിയും നമ്മൾ ഈ ഫോൺ കൊണ്ടുവെക്കാൻ നോക്കിയാൽ നമ്മൾ കൊടുക്കും. നമുക്കത് വിറ്റ് കളയാം. അത് വേണോടാ, കളഞ്ഞാൽ പോരെ? വേണം. പിന്നീട് ആരെങ്കിലും കയ്യിൽ കിട്ടിയാൽ നമ്മൾ കൊടുക്കും. ഇതാകുമ്പോൾ നമ്മൾ ഫോൺ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും അറിയില്ല, നമുക്ക് ക്യാഷും കിട്ടും. ഇനി ഒന്നും ആലോചിക്കണ്ട, നമുക്ക് ഈ ഫോൺ അങ്ങ് വിറ്റ് കളയാം. കിട്ടുന്ന ക്യാഷ് നമുക്ക് ബിരിയാണി അടിക്കാം. എപ്പടി? എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം അല്ലേ? എന്താ അവരല്ലാന്ന് എനിക്ക് തന്നെ അറിയാം. ഇരിക്കി. അതെ, നിങ്ങളുടെ കെമിസ്ട്രി അധ്യാപകൻ ലീവായതിന് എനിക്ക് കിട്ടിയ ശിക്ഷയാ, സബ്സ്റ്റിറ്റ്യൂഷനാ കേട്ടോ. നമുക്ക് ഇന്ന് ഒരു പുതിയ പാഠം പഠിക്കാം. പണയം എന്ന പാഠഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. റേഡിയോ പണയം വെക്കേണ്ടി വരുന്ന ഒരാളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. സാർ, അടുത്ത ബെല്ലടിക്കുമ്പോൾ കുട്ടികളെല്ലാവരും ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോകണം. അങ്ങനെ റേഡിയോ പണയം വെക്കേണ്ടി വരുന്ന ഒരാൾ, അയാൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളാണ് പാഠഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? എല്ലാവരും എഴുന്നേറ്റ് വരിവരിയായി ഓഡിറ്റോറിയത്തിലേക്ക് പോയേ. വേഗം എഴുന്നേക്ക്. ഇവിടെ അനു നീ എന്തെന്ന് കരയണേ? അനു നീ വാ. ഞാൻ എങ്ങോട്ടുമില്ല. നീ എന്ത് ഭ്രാന്താ നീ പറയുന്നത്? വാ, എല്ലാരും പോയി. അനു നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തി വാടാ, ആൾക്കാരൊക്കെ പോവാൻ തുടങ്ങി. അനു എനിക്കറിയാം ഞാൻ എവിടെയാ പോണ്ടേന്ന്. അനു ഇങ്ങനെ ഞാൻ എങ്ങോട്ടേക്ക് പോയിക്കോളാം. അനു ഇങ്ങനെ പറയല്ലേടോ. അനു നീ വാ, ആൾക്കാരൊക്കെ പോവാ. നീ വാ. Now we have our school magazine release.
May I request our beloved principal to hand over the school magazine to our chief guest, Mr. M.K. Munir, MLA, for the formal releasing of the magazine. Please. Now I request our chief guest, Dr. M.K. Munir, MLA, to address this gathering. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു വിദ്യാലയത്തിലെ സാംസ്കാരിക സംരംഭങ്ങളുടെ ആകെത്തുകയാണ് ഒരു മാഗസിൻ. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ഇന്ന് വളരാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. നാളത്തെ സാംസ്കാരിക വടവൃക്ഷമാകാനുള്ള വിത്തുകളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഈ തിളങ്ങുന്ന കണ്ണുകളെ ഒന്ന് കാണാൻ ഞാൻ ഇന്നിവിടെ വന്നത്. ഈറ്റുനോവ് അറിഞ്ഞ് പ്രസവിച്ച നിങ്ങളുടെ അമ്മയോട്, നിങ്ങൾക്ക് വേണ്ടി നല്ല കാലം മുഴുവൻ ഓടിയ അച്ഛനോട്, നിങ്ങൾ മറച്ചു വയ്ക്കാത്തതായി ഒന്നുമില്ല എന്ന് ആത്മാർത്ഥമായി പറയാൻ നിങ്ങളിൽ എത്ര പേർക്ക് സാധിക്കും? സ്കൂൾ വിട്ടു വരാൻ അല്പം വൈകിയാൽ പിടക്കുന്ന നെഞ്ചും വഴിക്കണ്ണുമായി കാത്തു നിൽക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കണം നിങ്ങളുടെ ഉറ്റ ചങ്ങാതിമാർ. അവർ ക്ഷമിക്കുന്നത് പോലെ ക്ഷമിക്കാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല. അവർ നൽകുന്ന സൗഭാഗ്യങ്ങളുടെ സൗജന്യം പറ്റുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു കളവ് മറച്ചു വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്ക് നിങ്ങൾ പോകുന്നു. കൂട്ടുകാരൻ്റെ പണം മോഷ്ടിച്ച് അത് മറച്ചു വെക്കാൻ ശ്രമിച്ച് പിന്നീട് പിടിക്കപ്പെടുമെന്നായപ്പോൾ സ്കൂൾ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത ആ 15-കാരൻ്റെ കഥ നിങ്ങൾ അറിയണം. രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അയൽപ്പക്കത്തെ കുഞ്ഞിൻ്റെ സാമർത്ഥ്യത്തെ ചൊല്ലി നിങ്ങൾ സ്വന്തം കുഞ്ഞിനോട് കലഹിക്കുമ്പോൾ അവൻ്റെ കഴിവിനെ കണ്ടെത്താനോ അതിനെ അംഗീകരിക്കാനോ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? നിങ്ങളുടെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ അംഗീകാരം ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്നാണ്, അധ്യാപകരിൽ നിന്നാണ്. അത് മറക്കരുത്. ഹരിശ്ചന്ദ്രൻ എന്ന നാടകം തൻ്റെ 12-ാം വയസ്സിൽ കണ്ട് ഇനി ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയില്ല എന്ന് ശപഥം ചെയ്ത ഒരു കുട്ടി പിന്നീട് നമ്മുടെ രാഷ്ട്രപിതാവായി. അത്തരം മഹാരഥന്മാരുടെ ജീവിതം നാം പാഠമാക്കണം. ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒന്നു മാത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പാപത്തിൻ്റെ കറയുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ ഇന്ന് തന്നെ മാതാപിതാക്കളുടെ മുന്നിൽ പോയി അത് ഏറ്റുപറഞ്ഞ് കണ്ണീരിനാൽ നിങ്ങൾ വിശുദ്ധപ്പെടുത്തുക. അവർക്ക് നിങ്ങളോട് പൊറുക്കാൻ കഴിയും. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Our chief guest is in a hurry, so he is leaving. Let us give him a big round of applause. ഈ ബുക്കിനകത്ത് അനുവിൻ്റെ ഫോണുണ്ട്. ഇതിൻ്റെ കയ്യിൽ അബദ്ധത്തിൽ വന്ന് പെട്ടതാണ്. ഒരുപാട് തവണ കൊണ്ടുതരാൻ വിചാരിച്ചാണ്, കഴിഞ്ഞില്ല. ഇനിയും ഇതിൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് നടന്നാൽ ഞാൻ വലിയ തെറ്റ് ചെയ്തു പോകും. ഇത് വാങ്ങും. ഇതിനകത്ത് എൻ്റെ ഫോട്ടോ ഉണ്ട്. ടീച്ചറോടോ ഫാദറോടോ ആരോട് വേണം കമൻറ്റ് ചെയ്യാം. അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഒരുപാട് വിഷമിച്ചല്ലോ, സോറി. ഞാൻ
ഫോൺ അവൾക്ക് തിരിച്ചു കൊടുത്തല്ലേ? നന്നായടാ. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കും തോന്നി അത് എന്നാടാ ശരി. നിന്റെ ബിരിയാണി വെള്ളത്തിലായില്ലേ? എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റുള്ള ബിരിയാണി വേറെ എവിടെ കിട്ടാനാ? നമുക്കത് കഴിച്ചാൽ പോരെ?